ക്ലിയർ ഉണ്ടോ? ഡയലോഗ് പഠിച്ചോട്ടെ. കുട്ടനാവില് പറയല്ലേ മാഷേ പോണേ. നീ ചോറുണ്ടായിരുന്നു. അമ്മേ പിള്ളേർക്ക് കുറച്ച് സ്ക്വാഷ് എടുക്കോ? ആ ദേ വന്നൂടി. പക്ഷേ ആ വിഭീഷണ വന്നല്ല അവന് പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞിട്ടേ അവന്റെ അച്ഛൻ വീടിഞ്ഞിട്ട് ഓടിക്കുക. നാടത്തിലൊരു നീ ആവോ അറിയില്ല. രാവണോട് പോയി രാവണ നിന്നോട് കല്ല് വെച്ച് കൊണ്ടടിക്കരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആരെയും തലക്കുണ്ടല്ലോ. എടാ അതാ പറഞ്ഞ ആരെങ്കിലും തലക്കൊക്കെ കൊള്ളുന്നു. ആരോട് പറയാനാ? എവിടെ പോയി നിക്ക്. പിള്ളേരെ നോക്കാം നമുക്കിന്ന് പ്രാവശ്യം നോക്കാം എന്തായാലും. അമ്മ പശുവിനെ അങ്ങോട്ട് കൊണ്ടേ കേട്ടെ, തൊഴുത്തി കൊണ്ടേ കേട്ടോ. റിഹേഴ്സൽ ചെയ്യല്ലേ? പിന്നെ പറമ്പിലല്ലേ റിഹേഴ്സല്. പോയി നോക്കാം നമുക്ക് പ്രാവശ്യം ചെയ്ത് നോക്കാം. ഓക്കെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു തെറ്റുകുറ്റങ്ങളല്ല ക്ഷമിക്കുമെന്ന പ്രതീക്ഷയോ ഞങ്ങളുടെ നാടകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. നാടകത്തിന്റെ പേര് ഇന്ന് അങ്ങ് ദൂരെ ദൂരെ ലങ്കാപുരിയിലേക്ക്. അശോകവനിക്കോ ധ്യാനത്തിന് അലങ്കാരമായി ലങ്കൈശ്വര്യമായി മാറാൻ എന്തേ ഇത്ര താമസം? ഇങ്ങനെ മൗനം ഭജിക്കല്ലേ? എന്താ നിന്റെ തീരുമാനം? നിന്റെ രാമന് എന്നെ കൊല്ലുക മാത്രമേ വേണ്ടൂ, അല്ലാതെ നിന്നെ വേണ്ട. എന്റെ രാമൻ വരും, ആ നല്ല ദിവസം വരും, എല്ലാം ശരിയാവും. രാമൻ രാമൻ രാമൻ, എവിടെ നിന്റെ രാമൻ? എന്നെയാണോ രാവണ നീ വിളിച്ചത്? രവം കൊണ്ട് 3 ലോകം വിജയിച്ചവൻ രാവണൻ, രാക്ഷസ ചക്രവർത്തി രാവണൻ. പക്ഷേ നിനക്ക് ഈ സീതയെ ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചേട്ടാ ബലി ഞാൻ കൊല്ലട്ടെ? നിക്ക്, എനിക്ക് ഇവനോട് ചിലത് ചോദിക്കാനുണ്ട്. എനിക്കും എന്റെ പെങ്ങൾ ശൂർപ്പണഖയുടെ മുക്ക് മുറിച്ച നീയാണോ മര്യാദ രാമൻ? ഇങ്ങനെയാണോ നിന്റെ ധർമ്മ പരിപാലനം? അത് നീ സീതയെ തട്ടിക്കൊണ്ടുവന്നിട്ടല്ലേ? ആഞ്ജനേയ, ആഞ്ജനേയ, ഹനുമാനെ. ജയ് ശ്രീരാം.
വേഗം പോയി ലങ്ക മൊത്തം കത്തിച്ചിട്ട് വാ. ശരി പ്രഭു. പ്രഭു, പെട്രോളും ഡീസലിനും വില കൂടുതലല്ലേ? മണ്ണെണ്ണ മതി. ശരി പ്രഭു. ജയ് ശ്രീറാം. നീ കത്തിച്ചാൽ എന്റെ സാമ്രാജ്യം തീരുമെന്നാണോ? ഒന്നില്ലെങ്കിൽ നീ ഈ രാജ്യം വിട്ടു പോണം. ഇതെന്റെ രാജ്യമാണ്, ദശരഥപുത്രനായ രാമന്റെ. സീതേ, ഞാൻ ഈ നാട് വിട്ടു പോണോ? പറ പറ. വേദവതി, വേദവതി. പറ രാവണപുത്രി, പറ മോളെ ഡയലോഗ് പറ. രാവണപുത്രി പറ, ഡയലോഗ് പറ. ഡയലോഗ് പറ മോളെ. നിങ്ങൾ ഈ ഡയലോഗ് പറഞ്ഞ പിന്നെ എങ്ങനെയാണ് ഈ നാടകം കളിക്കുന്നത്? എത്ര പ്രാവശ്യം റിഹേഴ്സൽ ചെയ്ത് നോക്കി? ഞാനവിടെ വർത്താനം പറയുമ്പോൾ നിങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ഡയലോഗ് ഒന്നും പഠിക്കായിരുന്നില്ലേ? എത്ര പ്രാവശ്യം ചെയ്ത് നോക്കണത്? ഇവര് ചേട്ടന്മാരെ കുറിച്ച് നോക്കിയാൽ എത്ര നേരമായെന്ന് അറിയോ? ഇത് എന്നാ സ്റ്റേജിൽ കയറണതാ? എനിക്കറിഞ്ഞൂടാ. എന്താ? എനിക്ക് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം മതി, സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം വേണ്ട. എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം വേണ്ട, കുപ്പി ഗ്ലാസ്സിൽ വെള്ളം മതി. നീ ആദ്യം ഡയലോഗ് പഠിക്ക്. സ്റ്റീൽ ഗ്ലാസും കുപ്പി ഗ്ലാസും അത് വേണേ കുടിക്കുന്നേ. മാഷേ, ഗ്ലാസ്. നീ എന്തുട്ട് എന്നെ തുറച്ചു നോക്കണേ? അമ്മ എന്തിനാ അവന് മാത്രം വേറെ ഗ്ലാസ് വെള്ളം കൊടുത്തേ? ക്ലാസ്സിലാന്നിട്ടാടാ? ക്ലാസ്സിലാഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അമ്മ ഇത് ആദ്യത്തൊന്നല്ല ചെയ്യണം. അമ്മ കാര്യം പറഞ്ഞ. എടാ ക്ലാസ്സിലാന്നിട്ടാടാ? അമ്മ കാര്യം പറഞ്ഞ. അമ്മ വീണടിക്കുന്നത് കാര്യം പറഞ്ഞ. നീ കണ്ണി കണ്ട ഉള്ളടമാരെയൊക്കെ പിടിച്ചു പഠിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ എനിക്കിവിടെ കുറച്ച് ശുദ്ധവും വൃത്തിയൊക്കെ ഉണ്ട്. എന്റെ അമ്മ നമുക്കെന്നാലേ ഉച്ച ചെയ്ത് നോക്കാം. നിങ്ങൾ വീട്ടിൽ പോയിട്ടോ. എന്നോട് ഉച്ച ചെയ്ത് നോക്കാം. ശരി ചേട്ടാ. പക്ഷെ ഇന്നലെ വിളിച്ചിട്ട് മര്യാദ വേണ്ടേ? ഞാൻ ചേട്ടനോട് രാവിലെ വിളിച്ച് പറഞ്ഞല്ലേ വന്ന് നോക്കാനായിട്ട്. മര്യാദ പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു മാത്രം നോക്കിയിട്ടൊന്നുമല്ലോ. ഹജ്ജേട്ടൻ മെമ്പർ പറഞ്ഞു. നീ 4 ആളെ വിളിച്ചോണ്ട് കാണിച്ചിട്ട് ശരിയാണെന്ന് പറയാണ് ഞാൻ സമ്മതിക്കും. ഇത് എന്താ പിന്നെ ഇത് എന്താ കുഴപ്പം? ഇത് എന്ത് കാണിച്ചു വെച്ചേക്കുന്നത്? ഈ സാധനം ആരെ ഐഡി കൊണ്ട് മാറ്റി വെച്ചാൽ വല്ല വിഷയമുണ്ടോ? ആരെ ഐഡി മാറ്റി വെച്ചെങ്കിൽ ഒരു വിഷയം. എന്റെ ചേട്ടനെ ഞാൻ രാവിലെ തൊട്ട് വിളിച്ചു കാര്യം ശരിയാണ്. ഞാൻ ചേട്ടനോട് വന്നു നോക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ വൃത്തിയായിട്ട് കാണിക്കുന്നുള്ള എനിക്കറിയില്ല. ഇത്ര വൃത്തിയായിട്ട്